എന്നാ ഇപ്പഴല്ലേ ചോറും ചിക്കനും കഴിച്ചത്? എപ്പോഴും അങ്ങനെ ചോറും ചിക്കനും കഴിക്കണ്ട. അങ്ങനെ കഴിച്ചാലേ രോഗം വരും. സാർ ചേച്ചിയോ? അതാ വിഷയം. ആ സാറാ ടോക്സിലെ സാറപ്പനുണ്ടല്ലോ, എൻ്റെ കൊച്ചിനെ വരെ സ്വാധീനിച്ചു. എന്നാ ചെയ്യാന്? എപ്പോൾ സ്കൂൾ അടച്ചിട്ട് എപ്പോഴും ഫുഡ് കഴിപ്പായിരുന്നു. അത് എപ്പോഴും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ രോഗം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് മാറ്റിയെടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. അന്നപ്പോഴാണ് ആ സാറപ്പണ്ണിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയത്. എൻ്റെ കർത്താവേ, അത് കഴിഞ്ഞ പിന്നെ എന്നോട് പറയാം, അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ ഫുഡ് ഉണ്ടാക്കി തരാത്ത. ആ സാറ് ചേച്ചി എപ്പോഴും ഫുഡ് കഴിക്കുക, ചിക്കനും എല്ലാം എപ്പോഴും കഴിക്കുക. എന്നിട്ടായിരുന്നു ഓ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി ഞാൻ ചിക്കൻ ഉണ്ടാക്കി മടുത്തു. ഇവൻ്റെ അപ്പനാണെങ്കിൽ ചിക്കൻ വാങ്ങിച്ച് സംസ്ഥാനത്തെ ചിക്കൻ തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ സാർ ചേച്ചിയുടെ ചാച്ചൻ്റെ അവസ്ഥയാണ്. എവിടെ പോയാലും ഒരുപാട് ഫുഡുമായിട്ട് പൊക്കോണം. അതുകൊണ്ട് സാറപ്പൻ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം. ഒന്നെങ്കിൽ ഒന്ന് പറയണം ഇവനോട്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുപോകും. അതാകുമ്പോൾ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ കൊണ്ടുപോയി കുറച്ച് ഫുഡൊക്കെ കൊടുത്താൽ മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഫുഡ് കൊടുത്താൽ മതി കേട്ടോ. ഒരമ്മയുടെ രോദനമാണ്.